നോമ്പ് 11 അപ്പം ഇന്ന് ഞാൻ വീട്ടിൽ സ്പെഷ്യൽ മിനി ചിക്കൻ റോൾ ചെയ്യും. അപ്പം ഞാൻ എങ്ങനെയാണ് മിനി ചിക്കൻ റോൾ ഉണ്ടാക്കിയതാണ് ഇവിടെ കാണിക്കണേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് നമ്മൾ ചിക്കൻ റോൾക്ക് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ മാവ് കുഴക്കുന്ന പോലെ ഉപ്പും വെള്ളവും ഓയിലും ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി ഇതുകൊണ്ട് പരത്തിയിട്ട് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കും. അതിലേക്കുള്ള കൂട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ അതിക്ക് വേണ്ടിയുള്ള ചിക്കൻ പൊരിച്ച ഫ്രൈ പാൻ കേട്ടോ. അതിലേക്ക് ഇങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് സവാള എടുക്കുക. ഇതാ ചെറുതാക്കി എരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉള്ളി നല്ലപോലെ വാടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ മാരിനേറ്റ് ചെയ്യുന്ന പോലെ മാരിനേറ്റ് ചെയ്ത് പൊരിച്ച ചിക്കനാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ചപ്പും. ചിക്കൻ റോൾക്കുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ അതിലേക്കുള്ള ഷീറ്റ് പരത്തിയെടുക്കുകയാണ്. കുറച്ച് ഷീറ്റുകൾ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ കൂട്ട് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ സമയം വളരെ പരിമിതമായതുകൊണ്ടാട്ടോ ഞാൻ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള കാരണം പ്രത്യേക ടൈമില്ല, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പരത്തിയെടുത്തത്. ഈ ടൈമുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല വലുതാക്കി പരത്തിയെടുത്തിട്ട് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളത് കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്യുക. ആദ്യം ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്കിന്റെ പൊടിയോ എടുക്കുക. ഇത് ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ നല്ലത്. നല്ല പോലെ കവറായി കിട്ടും. വെച്ചിട്ട് പൊരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ ബ്രെഡ് പൊടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിലത്തെ മൈദ വെന്ത് കിട്ടുകയും വേണം. നമ്മളെ മിനി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.